ഇവിടെ ഇപ്പോഴും വാർ സിറ്റുവേഷൻ ആണ്, എയർ അലേർട്ട് അടിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ കറണ്ട് പോയേക്കുവാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് കറണ്ട് തന്നെയെന്ന് അറിയില്ല. ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യണം. ആരംഭിക്കാട്ടാ. നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കപ്പം ഞങ്ങൾ എങ്ങനെ സാധാരണ മടിയന്മാരായിട്ടുള്ള നമ്മൾ കുക്കറിലൊക്കെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാണ്. നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കാല് തൊലി കളയണം. പിന്നെ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആരംഭിക്കാട്ടാ. ചിക്കൻ്റെ തൊലി പിന്നെ ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ കതലാണല്ലോ. അത് ഞാൻ കുറച്ചൊന്ന് പിടിക്കാം. എന്ത് ചെയ്യാനാ, വോയിസിന് ക്ലിയർ ആവാന്ന് അറിയത്തില്ല. ഇവിടെ നല്ല എപ്പോഴും ഉണ്ട് കിച്ചണിൽ. നോക്കാം. കൈ കഴിയിട്ടും പച്ച വീട്ടിൽ പ്രശ്നേഷ്. നമുക്കിനി ചിക്കനുള്ള മസാല ഇട്ട് തുടങ്ങാം. മസാല ഇല്ല, അത് ഇടുന്നില്ല. ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണി നമുക്ക് ആദ്യം റൈസ് ഇട്ട് തുടങ്ങാം. സവാള ഒന്ന് ലൈറ്റ് ഒരു റോസ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് പയ്യെ ഇടാം. ഏകദേശം കളറായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വെള്ള സവാള ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് അധികം ഡിഫറൻസ് കാണാൻ പറ്റില്ല, കളർ മാറിയില്ല എന്നുള്ളത്. എന്നാൽ ഏകദേശം ഒന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സാധനങ്ങൾ ഇടാം. മതി. ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി ബിരിയാണി മസാല ഇടാം. നമ്മൾ പൊടിച്ചു വെച്ച മസാലയാണ്. കുറച്ച് ഇടാൻ പാടുള്ളൂ, അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കഴിക്കുന്ന ടേസ്റ്റ് വരും. നമ്മൾ ലേശം ഇട്ടിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ അരി ഇടാം. ചിക്കൻ മസാല ഇട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല. കുറച്ച് ഇഞ്ചി മസാല. എൻ്റെ നേരത്തെ ഒരു വീഡിയോ ഉണ്ട് ഫേസ് കെയർ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, കേട്ട് കാണുമായിരിക്കും എയർ അലേർട്ട് അടിച്ചത്. ഇവിടെ ഇപ്പോഴും വാർ സിറ്റുവേഷൻ ആണ്, എയർ അലേർട്ട് അടിക്കാറുണ്ട്. കീവിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഔട്ട്സ്കേർട്സിലായിട്ട് ഇടയ്ക്ക് മിസൈൽ വീഴുന്നൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് സേഫ് ഏരിയ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ, ദൈവം സഹായിച്ച്. ചിലപ്പോൾ മ്യൂസിക് കാണുമ്പോൾ ഞങ്ങളുടെ പേരൻസ് വിളിക്കാറുണ്ട്, അവിടെ എന്ത് പറ്റി വെച്ചിട്ട്. അപ്പം ഈ അടുത്തായിട്ടായിരിക്കില്ല ഉണ്ടായിരുന്നത്. നമുക്ക് ഇടയ്ക്ക് ആദ്യം വന്ന സമയത്തൊക്കെ പേടിയായിരുന്നു, അലർട്ട് കേൾക്കുമ്പോഴും മൊബൈലിലൊക്കെ വൈബ്രേഷനൊക്കെ വരുമ്പോഴൊക്കെ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ഡെയിലി ഒരു ഇതായി പോയി. എന്നും ഉണ്ടാവും, 1-2 അലർട്ട് എന്നും അടിക്കും. എന്ത് ചെയ്യാനാ.
നമുക്ക് പഠിച്ചല്ലേ പറ്റുമോ. അപ്പം നമ്മളിങ്ങനെ തിരിച്ചു വന്നു. ട്രാൻസ്ഫർ എടുത്ത പിള്ളേരും ഉണ്ട്. ട്രാൻസ്ഫർ ആ സമയത്ത് വാലിഡ് അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ പേര് തിരിച്ചു വന്ന് പിന്നെ ട്രാൻസ്ഫർ എടുത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളെടുത്തില്ല, നമ്മളോട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. നല്ല നീ കുറച്ച് ഒച്ച സംസാരിക്കണം തന്നെ. ഒന്നും ഉണ്ടാവില്ലാന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതെ 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 അതെ. നമ്മൾ വച്ചിരുന്ന സവാള വരണ്ടോ? നമുക്ക് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ ഇവിടെ ഇപ്പോ ഈ വാഷിംഗ് ആണെങ്കിൽ പവർ സേവിംഗ് ഉണ്ട്. അതാണ് നമുക്കിപ്പോ വിന്ററിൽ അവധി കിട്ടിയിരുന്നത്. അങ്ങനെ രാവിലെ കറണ്ട് പോകും, ഉച്ചയെ കറണ്ട് പോകും, രാത്രി കറണ്ട് പോകും. 2 മണിക്കൂർ വരെ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവും. പിന്നെ വീട്ടിൽ കറണ്ട് വരും. അടുത്ത 2 മണിക്കൂർ പോകും, 2 മണിക്കൂർ അങ്ങനെ. അപ്പൊ നമുക്ക് ഉറപ്പില്ല നമ്മൾ ഈ 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി തീരുമെന്നുള്ളത്. അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് ഇനി അടുത്ത കറണ്ട് എത്ര വരണം ചവട തീരും. റൈസ് ഉണ്ടാക്കി നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. അരിഞ്ഞ് അവശയായി ക്ഷീണിച്ചിരിക്കുന്നതാണ് തന്നെ. എന്തെങ്കിലും പറയാനുണ്ടോ? അരിക്ക് കാവ ഇരിക്കുകയാണ് എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരി വേവാൻ വേണ്ടിട്ട്. ഇത് ഈ 4 വർക്കിംഗ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനോ ഓണല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. എണീറ്റ് പൊങ്ങി ആള് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ പൊക്കിയതല്ല, തന്നെ പൊങ്ങിയേക്കാം. നമുക്ക് സവാള വറുത്തോളാം. നമുക്കിനി ചിക്കൻ തട്ടാം. ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്നൊന്ന് പൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ പോകണം. ഡെന്ന ഇവിടെ സലാഡിന്റെ പണിപ്പുരയിലാണ്. ടേബിൾ കണ്ട് തെറ്റിയിരിക്കണ്ട, ടേബിൾ ഞങ്ങൾ ക്ലീൻ ആക്കാം. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം.
ബാക്കി വീഡിയോ അപ്പം എടുക്കാം. ലൈറ്റ് ഗേൾ ഡെന്ന. അപ്പം വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവാണ്. ഇതെല്ലാം സെറ്റായിട്ട് വീണ്ടും വരാം. സോ കറണ്ട് ആയപ്പോൾ നമ്മൾ നിർത്തിപ്പോയായിരുന്നു. ഇപ്പം കറക്റ്റ് 6:05 ആയപ്പോഴത്തേക്കും കറണ്ട് വന്നിട്ടുണ്ട്. 6 മണിയായപ്പോഴത്തേക്കും കറണ്ട് വന്നിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ സാധനം വെച്ചിട്ടുണ്ട്. ചിക്കൻ വെന്തില്ലായിരുന്നു നമ്മൾ ആദ്യം വെച്ചപ്പം. ചിക്കൻ വേവാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇനി അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ദമ്മിടും. കുറച്ച് നേരം വയ്ക്കും, നമ്മൾ കഴിക്കും. പക്ഷെ മഞ്ഞാണ് കൂടുതൽ കാറ്ററിംഗാരുടെ ബിരിയാണി. പക്ഷെ എന്നാലും മഞ്ഞാണ് മെജോറിറ്റി ആക്കാത്തത് അവിടെ. നമുക്ക് കൂടുതൽ മഞ്ഞാണ് സാധാരണ. നമ്മളങ്ങനെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിയൊന്നും ഇട്ടിട്ടില്ല, നമ്മളത് മേടിച്ചില്ല, മറന്നുപോയി. അപ്പം അതുമില്ല, പുതിനയില്ല, അല്ലാണ്ടുള്ള തട്ടിക്കൊട്ട് ബിരിയാണി. ഓക്കെ, നമുക്കിനി ഇത് ദം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളങ്ങനെ ദം വച്ചേക്കുവാണ്. ഇവിടെ ഒരാൾ ക്ഷമയില്ലാണ്ട് ഇങ്ങനെ നോക്കിയപ്പോണ്ട്. എന്ത് പറ്റിയിട്ടെന്നെ? കിച്ചണിൽ വേറെ ആൾക്കാർ വന്നുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ടാക്കിയത്. അപ്പം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളത് തുറന്ന് കഴിക്കാൻ പോകും. എന്നോട് നമുക്ക് അഭിപ്രായം ചെയ്തു ടേസ്റ്റ് എങ്ങനെയുണ്ട്. ആര് റെഡി? യെസ്, റെഡി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളെന്നാൽ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ബൈ ബൈ. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ള തെളിവാണ് ഇത് രണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ കഴിച്ച് വയറും നിറഞ്ഞിരിക്കും.